മലങ്കര ഡാമിനോട് ചേർന്ന് ജലവിഭവ വകുപ്പ് പുതുതായി ആരംഭിക്കുന്ന കുടിവെള്ള ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. ഫെബ്രുവരി 15-നകം കമ്മീഷനിംഗ് നടത്താനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മലങ്കര ഡാമിനോട് ചേർന്ന് ജലവിഭവ വകുപ്പ് പുതുതായി ആരംഭിക്കുന്ന കുടിവെള്ള ഫാക്ടറിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ഫെബ്രുവരി 15-നകം കമ്മീഷനിംഗ് നടത്താനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ഇക്കാര്യത്തിൽ അവസാന തീരുമാനം വെള്ളിയാഴ്ച ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടാകും. കുപ്പിവെള്ളത്തിന് എത്ര രൂപ ഈടാക്കണം എന്നതു സംബന്ധിച്ചും തീരുമാനമുണ്ടായേക്കും. മന്ത്രി PJ ജോസഫും ജലവിഭവ വകുപ്പ് സെക്രട്ടറിമാരും മറ്റ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. കെട്ടിട നിർമ്മാണത്തിന്റെയും വൈദ്യുതീകരണത്തിന്റെയും അവസാനഘട്ട ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചകളിൽ പൂർത്തീകരിക്കാനാകുന്ന രീതിയിലാണ് പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പ്ലാന്റിൽ സ്ഥാപിക്കാനുള്ള യന്ത്രസാമഗ്രികൾ ഗുജറാത്തിൽ നിന്നും തായ്ലൻഡിൽ നിന്നും 2 ദിവസത്തിനുള്ളിൽ മൂലമറ്റത്തെത്തും. ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് കുടിവെള്ള ഫാക്ടറി നിർമ്മിക്കുന്നത്. പൂർണ്ണമായും പൊതുമേഖലയിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം. ഹില്ലി അക്വ എന്ന പേരിലുള്ള കുപ്പിവെള്ളമാണ് സർക്കാർ വിതരണം ചെയ്യുക. 1 ലിറ്റർ കുപ്പികളിലാണ് ഇവ എത്തിക്കുക. ഒരു ദിവസം ഒരു ഷിഫ്റ്റിലായി 72,000 ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച് ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനം. മണിക്കൂറിൽ 9,000 ലിറ്റർ കുടിവെള്ളം ബോട്ടിൽ ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്വകാര്യ കമ്പനികളുടെ കുപ്പിവെള്ളത്തിന് ഈടാക്കുന്ന തുകയിലും കുറച്ച് ഹില്ലി അക്വ വിൽക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 6.8 കോടി രൂപയാണ് മലങ്കരയിൽ പ്ലാന്റ് സ്ഥാപിക്കാൻ ചെലവഴിക്കുന്നത്. തിരുവനന്തപുരത്ത് അരുവിക്കരയിലും ഇടുക്കിയിൽ മലങ്കരയിലും കോഴിക്കോട് തുഷാരഗിരി എന്നിവിടങ്ങളിൽ കുപ്പിവെള്ള ഫാക്ടറി സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തേതാണ് മലങ്കരയിൽ യാഥാർത്ഥ്യമാകുന്നത്. തുടക്കത്തിൽ മധ്യ കേരളത്തിൽ മാത്രമാണ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിജയകരമെന്ന് കണ്ടാൽ സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കും. മന്ത്രി PJ ജോസഫ് ചെയർമാനായുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ധനകാര്യ ടൂറിസം വകുപ്പ് സെക്രട്ടറിമാർ, ജലവിഭവ വകുപ്പ് MD, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. VBC ന്യൂസ്, തൊടുപുഴ.